കൂടാതെ നോക്കുന്ന വരുന്ന ബാങ്ക്, അതുപോലെ ഇൻഷുറൻസ്, ക്ലർക്കിൽ, അതുപോലെ അസിസ്റ്റൻറ്റ് എക്സാംസിൻ്റെ പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തത് 1 4 15, പിന്നെ എത്ര അറിയത്തില്ല, 567 6248. നമ്പേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്പേഴ്സ് ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ പഠിച്ച സീരീസ് വല്ലതാണോ, അല്ലെങ്കിൽ നമ്പേഴ്സിന് സ്ലോപ്പ് എന്താണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാവും നമ്പേഴ്സ് നല്ലപോലെ ഇൻക്രീസിങ് അല്ലേ, റാപ്പിഡ്ലി ഇൻക്രീസിങ് അല്ലേ. റാപ്പിഡ്ലി ഇൻക്രീസിങ് ആണെങ്കിൽ 2-3 പോസിബിലിറ്റി ഉണ്ട്. ഒരു പോസിബിലിറ്റി ഡിഫറൻസ് ക്യൂബ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഇത് കണ്ടിട്ട് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ പോലെ തോന്നുന്നത്, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളിത് അവസാനം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷണൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ മിനിമം പോസിബിലിറ്റി വരുന്നത് നമ്മൾ വലിയ നമ്പേഴ്സ് തമ്മിൽ നോക്കുമ്പോഴാണ്. അപ്പോൾ കൗണ്ടാണ് നമ്മൾ റൈറ്റ് ഹാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 567 6248 ആയിട്ടല്ലേ, ഇൻറ്റു 12 ആണെങ്കിൽ 512 6000 ആണ്. പക്ഷേ 6 × 12 720 അല്ലേ. അപ്പോൾ ഇത് വരത്തില്ല. എന്തേ വരത്തുള്ളൂ? ഇൻറ്റു 11 ആയിരിക്കും. മൾട്ടിപ്ലൈ നോക്കാം. 567 11 ചെയ്യുമ്പോൾ 7 7 13 1 2 1 6 6237 എന്ന് വരത്തില്ലേ. 6237 കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 6248 വരിക. അപ്പോൾ അവസാനം ഇൻറ്റു 11 + 1 11 ആണ്. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ എന്തായിരിക്കും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ ആഡ് ചെയ്ത നമ്പർ സെയിം അല്ലേ. അങ്ങനെയാണ്ട് ഇവിടെ ഏകദേശം ഇൻറ്റു 3 + 3 ആയിരിക്കത്തില്ലേ. 12 + 3 15. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു 2 + 2 അല്ലേ. അപ്പോൾ 3 4 ആയി. 2 3 11 2 3 11 പ്രൈം നമ്പേഴ്സ് അല്ലേ. പ്രൈം നമ്പേഴ്സ് ആണോ നോക്കാം. 5 3 കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൈം നമ്പർ 5 അല്ലേ. അപ്പോൾ അവിടെ ഇൻറ്റു 5 + 5 ആണെങ്കിൽ 75 + 5 80 എന്നല്ലേ വരിക. അടുത്തത് ഇൻറ്റു 7 + 7 ചെയ്ത് കഴിഞ്ഞാൽ 560 + 7 567 കറക്റ്റാണ്. അപ്പോൾ 8 തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോവാം. 80 60 50, പിന്നെ എത്ര അറിയത്തില്ല, 42.5. 80 60 50, പിന്നെ എത്ര അറിയത്തില്ല, 42.5. നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്പേഴ്സ് അത്യാവശ്യം നിയർ ബൈ അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് എടുത്ത് നോക്കും. ഇവിടെ -20, ഇവിടെ -10, ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല, ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല. 20യുടെ പകുതി അല്ലേ 10. അടുത്ത 10ൻ്റെ പകുതി 5 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 45. അടുത്ത 5ൻ്റെ പകുതി 2.5. 45 2.5 പോയി കഴിഞ്ഞാൽ 42.5 അല്ല ആൻസർ. അപ്പോൾ 45 എന്നോട് കറക്റ്റ് ആൻസർ. അടുത്തത് 11 27 45, പിന്നെ എത്ര അറിയത്തില്ല, 65, പിന്നെ എത്ര അറിയത്തില്ല, 111. നമ്പേഴ്സ് അത്യാവശ്യം നിയർ ബൈ അല്ലേ. അത് നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടുത്തെ ഡിഫറൻസ് 16. ഇവിടുത്തെ ഡിഫറൻസ് 27 8 ആഡ് ചെയ്യുമ്പോൾ 30 18. അടുത്ത ഡിഫറൻസ് 20. ഓക്കെ, 16 18 20. അങ്ങനെ അടുത്ത ഡിഫറൻസ് 22ഉം അതിൻ്റെ അടുത്ത ഡിഫറൻസ് 24 ആയിരിക്കണ്ടേ. 65 22 ആഡ് ചെയ്താൽ അത് 87 ആവും. 87 24 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 111. അപ്പോൾ 87 ആണ് മിസ്സിംഗ് നമ്പർ. അടുത്തത് 81 80 88 61 125. നമ്പർ കുറയുന്നു കൂടുന്നു, കുറയുന്നു കൂടുന്നു. അപ്പോൾ അടുത്ത എന്തായിരിക്കും? കുറയായിരിക്കും. ഇവിടെ -1, ഇവിടെ +8, ഇവിടെ -27 അല്ലേ. ഇവിടെ പ്ലസ് നോക്കി, 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ്, അതിനടുത്ത് 4 ക്യൂബ് 64 കറക്റ്റ് അല്ലേ. അതിനടുത്ത് എന്തായിരിക്കും? -5 ക്യൂബ് 125 ആയിരിക്കും. അപ്പോൾ ആൻസർ എത്ര വരും? 0 എന്ന് വരും. അടുത്തത് 2, പിന്നെ 3.2 2.56 1.012 0.2048. ഇത് മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം അല്ലേ. ഓക്കെ, ഇവിടെ ഏകദേശം എന്തായിരിക്കും മൾട്ടിപ്ലൈ ഉണ്ടാവുക? 2 × 16 ചെയ്യുമ്പോഴല്ലേ 32 വരുന്നത്. അപ്പോൾ ഇത് ഇൻറ്റു 1.6, 32 256 ആയിട്ടുണ്ട്. 256 ആവുന്നത് ഇൻറ്റു ഏകദേശം ഇൻറ്റു 8 ചെയ്യുമ്പോൾ 216 256. അപ്പോൾ ഇത് ഇൻറ്റു 8 ആണ് ഇവിടെ വരിക. പക്ഷേ 2 ഡെസിമൽ ഉള്ളതുകൊണ്ട് ഇത് 0.8 ആയിരിക്കും. അപ്പോൾ നോക്കി, 1.6ൻ്റെ പകുതിയല്ലേ 0.8. അടുത്ത അങ്ങനെയാണെങ്കിൽ 0.8ൻ്റെ പകുതി 0.4 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. 256 × 4 എത്രയാണ്? 25 × 4 1000 ആണ്. പിന്നെ 25 × 4 ചെയ്താൽ 1000. 6 × 4 24 അല്ലേ. ഓക്കെ, ഇത് റോങ് നമ്പർ സീരീസ് ആണേ. ഇത് റോങ് നമ്പർ സീരീസ് ആണ്. അങ്ങനെ അടുത്ത് ഇതപ്പോൾ എത്ര വരും? 1024 എന്നല്ലേ വരിക. ഓക്കെ ആണോ? 1.024 എന്ന് വരിക. അടുത്ത അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 0.2 അല്ലേ വരിക.
പകുതിയായിട്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ പോകുന്നത്. 1.024 ഇൻറ്റു 0.2 ചെയ്ത് കഴിഞ്ഞാൽ 1024 ഇരട്ടി 2048, 4 ഡെസിമൽ വരും. അപ്പോൾ ഏതാണ് മിസ്സിംഗ് നമ്പർ? മിസ്സിംഗ് നമ്പർ 1012 ആണ്. സോറി, മിസ്സിംഗ് അല്ല, റോങ് നമ്പർ. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇതും റോങ് നമ്പർ സീരീസ് ആണ്. നോക്കി, 29, 30, 62, 190, 760, 3805, 22836. എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം എന്നാണ് നമ്മളൊരു ഗട്ട് ഫീലിംഗ്. പിന്നെ നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, ഇവിടെ ഇൻറ്റു 2 + 2, ഇവിടെ ഇൻറ്റു 1 + 1 അല്ലേ, 1 + 1 2 + 2. അടുത്തത് ഏകദേശം ഇൻറ്റു 3 + 3 ആണെങ്കിൽ, ഓക്കെ, 62 ഇൻറ്റു 3 ചെയ്താൽ 186 ആണ്. അതിൻ്റെ ഒരു 3 ആഡ് ചെയ്തത് 189 ആണ് വരിക അല്ലേ. അടുത്തത് അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 4 + 4, ലാസ്റ്റ് ഡേറ്റ് വെച്ച് സെയിം ആണോ നോക്കി. 189, 9 × 4 6, അവസാനം 4 ആഡ് ചെയ്ത് 0 വരും. 189 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 720, അതുപോലെ 36, 756 വരും. +4 ആഡ് ചെയ്താൽ 760, കറക്റ്റ് അല്ലേ. അപ്പോൾ റോങ് ടൈം ഏതാണ്? 190 ആണ് റോങ് ടൈം. ഓക്കെ, ബാക്കി അപ്പുറത്തോട്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കറക്റ്റ് ഒരു കണക്റ്റ് ആവുന്ന ലോജിക്ക് വെച്ചാണ് നമ്മൾ ചെയ്തു വന്നത്. നമുക്ക് 760 കിട്ടി. ടൈം ഉണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. അടുത്ത ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. ഇൻറ്റു 5 + 5 ആണോ, ജസ്റ്റ് നോക്കിയത്. 76 ഇൻറ്റു 5 ചെയ്താൽ 380 കിട്ടും. അതായത് 3800 + 5 3805. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ അടുത്തത് 10, 20, 50, 70, പിന്നെ 110, 160. റോങ് ടൈം ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്കത് ഡിഫറൻസ് എടുത്ത് നോക്കാവേ. ഇവിടെ ഒരു +10, കാരണം നമ്പേഴ്സ് നിയർ ബൈ ആണ്. ഇവിടെ 30, ഇവിടെ 20 ആണ്, ഇവിടെ 40 ആണ്, ഇവിടെ 50 ആണ്. ഓക്കെ, 10, 30, 20, 40, 50. അങ്ങനെയാണ് ഇത് 10. ഈ ഇവിടത്തത് ഇത് മാറ്റി 20, 30 വന്ന സീരീസ് കംപ്ലീറ്റ് ആവാൻ നോക്കാം. അടുത്ത 20 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 40 വരും. അപ്പോൾ 30 ആഡ് ചെയ്യുമ്പോൾ 70, കറക്റ്റായില്ലേ. അപ്പോൾ എറർ എവിടെയാണ്? 50-ലാണ് എറർ. അടുത്തത് 10, പിന്നെ 9, 13, 12, 20, -5. കുറയുന്നു കൂടുന്നു, കുറയുന്നു കൂടുന്നു, കുറയുന്നു. അടുത്തടുത്തായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഡിഫറൻസ് എടുത്ത് നോക്കാം. -1 + 4, -1 + 8, -25. -1 + 4, -1 + 8, -25. ഇത് 1² ഇത് 2². 3, 4, 5. അങ്ങനെയാണ് ഇത് 5². അപ്പോൾ ഇവിടെ 3² ആണെങ്കിൽ -9 എന്ന് വരത്തില്ലേ. -9 ചെയ്ത് ഇവിടെ എത്ര വരും? 4 എന്ന് വരും. അടുത്തത് പ്ലസ്, അടുത്തത് ഇത് 1², ഇത് 2², 3². അടുത്ത +4², അതായത് 16 + 4 ചെയ്താൽ 20 അല്ലേ. അപ്പോൾ റോങ് ടൈം എവിടെയാണ്? 12 ആണ് റോങ് ടൈം. ഓക്കെ, അടുത്തത് 10, 29, 58, 97, 146, പിന്നെ എത്ര അറിയത്തില്ല. മിസ്സിംഗ് അല്ലേ. മിസ്സിംഗ് ആണ്. നമ്പേഴ്സ് അത്യാവശ്യം ഏകദേശം ഡബിളിനോട് അടുത്താണ് കിടക്കുന്നത്, പക്ഷെ എല്ലാം ഡബിൾ അല്ല. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടെ +19, ഇവിടെ 29, 38, 38, 20 ആണ് 58. അടുത്തത് 58, 9, 67, 67, 30 ആണ് 97. നോക്കി 19, 20, 39. അതിന് അടുത്തത് 49 ആണോ നോക്കി. 90, 40, 130, 130, 16, 146, കറക്റ്റാണ്. അപ്പോൾ അടുത്തത് +59 ആയിരിക്കും. 140 + 50 190. അപ്പോൾ 20 എത്രയാണ്? 205 എന്നൊരു ആൻസർ. അടുത്തത് 10, 11, 24, 75, പിന്നെ എത്ര അറിയത്തില്ല. അത്യാവശ്യം അടുത്തല്ലേ. × 2 + 2 × 3 + 3. നോക്കി, ഇത് ഏകദേശം × 1 + 1 ആണ്. ഇത് ഏകദേശം × 2 + 2 ആണ്. ഇത് × 3 + 3 ആണോ? ഇത് 60, 72 + 3 75. അങ്ങനെയാണ് അടുത്തത് × 4 + 4 ആയിരിക്കും. അതായത് 75 × 4 300, 300 + 4 304 എന്നിട്ട് ആൻസർ. ഓക്കെ, ഇത് ഫസ്റ്റ് ഞാൻ ഡിഫറൻസ് എടുക്കാനാണ് പോയത്, പക്ഷെ അപ്പോഴാണ് ഇത് × 2 + 2 ഇത് × 1 + 1 ആണെന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത്.
അടുത്തത് 3+3 ആണോ നോക്കി, അതെ. അതുകൊണ്ട് അടുത്ത 4+4 304 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്തത് റോങ് നമ്പർ സീരീസ് ആണ്. 25, 13, 14, 22.5, 49, 120. ഓക്കെ, ഇത് നമ്പർ ആദ്യം കുറയുന്നു, കൂടുന്നു, 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 കൂടുന്നു. നമ്പർ കുറഞ്ഞിട്ട് കൂടുമ്പോൾ ആദ്യം ഫ്രാക്ഷൻ വരിക. അപ്പോൾ ആദ്യം ഒരു ഇൻറ്റു 0.5. അപ്പോൾ ഇത് 12.5 ആവും, പ്ലസ് 0.5. അടുത്തത് ഇൻറ്റു 1 + 1. അടുത്തത് ഇൻറ്റു 2+2 അല്ല, ഇൻറ്റു 1.5 + 1.5 ആണോ നോക്കാം. ഓക്കെ, 40 × 1.5 എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 1.5 ഇടുക, 22.5 എന്ന് കിട്ടത്തില്ലേ? യെസ്. അങ്ങനെ അടുത്തത് ഇൻറ്റു 2+2 ആയിരിക്കണ്ടേ? 22.5 × 2 ചെയ്താൽ 44, 45. അപ്പോൾ ഇവിടുത്തെ 47 അല്ലേ വരണ്ടേ? അടുത്തത് 0.5 + 2.5 ചെയ്താൽ 120 കിട്ടുമെങ്കിൽ 47 ആണ്, 49 ആണ് റോങ് ടേം. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 47 × 2.5 ആണ്. 47 × 23 ആണ് 94. 47ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 23.5 അല്ലേ? എന്നോട് 2.5 കൊണ്ട് ആഡ് ചെയ്യണ്ടേ? 2.5 3.5 എത്ര? 6 ആയി. 6 × 10 ആയി. ഇത് 100 ആയി, 120. ഓക്കെ അല്ലേ? അപ്പോൾ എറർ എവിടെയാണ്? 49 തന്നെയാണ് എറർ. അടുത്തത് 10, 11, 24, 75, 303, 1525. ഓക്കെ, ഇത് ഓക്കെ, ഇത് ഏകദേശം മൾട്ടിപ്ലിക്കേഷൻ പോലെയല്ലേ പോകുന്നത്? 75 നോക്കി, ഇത് ഇൻറ്റു 1 + 1 ആണ്, ഇത് ഇൻറ്റു 2+2 ആണ്, ഇത് ഇൻറ്റു 3+3 അല്ലേ? 24 × 3 72 + 3 75. അതിന് അടുത്തത് ഇൻറ്റു 4 + 4 ആയിരിക്കട്ടെ. 75 × 4 300 + 4 ചെയ്താൽ 304 എന്നാണ് വരുന്നത്. അടുത്തത് ഇൻറ്റു 5 + 5 ആണോ നോക്കി, 304. 300 × 5 ചെയ്താൽ 1500. പിന്നെ 4 × 5 ചെയ്താൽ 20, 20 + 5 ചെയ്താൽ 25. അപ്പോൾ എറർ എവിടെയാണ്? 303 ആണ് എറർ. അടുത്തത് 9, 19, 40, 79, 159, 319. ഓക്കെ, 9, 19, 40, 79, 159, 319. ഏകദേശം ഡബിൾ ആയിട്ടല്ലേ പോകുന്നത്? ഇത് ഇൻറ്റു 2 + 1 ആണ്, ഇതൊരു ഇൻറ്റു 2 + 2 ആണ്, ഇത് ഇൻറ്റു 2 + സംതിങ് അല്ല, മിക്കവാറും ഇവിടെ ആയിരിക്കണം എറർ. ലാസ്റ്റത്ത് നോക്കി, ഇത് ഇൻറ്റു 2 ഇത് എത്ര ഇടും? ഇത് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 159 × 2 ചെയ്താൽ 318. ഇത് ഇൻറ്റു 2 + 1. അപ്പോൾ നോക്കി, എല്ലാം ഇൻറ്റു 2 + 1 ആണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇവിടെ ഇൻറ്റു 2 + 1 കണ്ടു, ഇവിടെ ഇൻറ്റു 2 + 1 കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം ഇൻറ്റു 2 + 1 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 39 വരും. അടുത്തത് ഇൻറ്റു 2 + 1 ആണെങ്കിൽ 39 × 2 ചെയ്താൽ എത്ര? 60, 78 + 1 ചെയ്താൽ 79. ഓക്കെ അല്ലേ? അടുത്തത് ഇൻറ്റു 2 + 1 അല്ലേ? 79 × 2 ചെയ്ത് കഴിഞ്ഞാൽ 140, 158 + 1 159. അപ്പോൾ എറർ എവിടെയാണ്? എറർ ആക്ച്വലി 40-ലായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ച 79-ലാണ്. 40-ലായിരുന്നു എറർ. ഓക്കെ, എല്ലാം ഇൻറ്റു 2 + 1 ആണ്. ഓക്കെ, 369, 387, 405, 414, 422, 432. നമ്പേഴ്സ് നിയർ ബൈ അല്ലേ? നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇവിടുത്തെ ഡിഫറൻസ് ഇതെന്തായാലും റോങ് സീരീസ് ആണ്. 69, 8, 77, 10, 87. ഇവിടെ +18. ഇത് 87, 8, 95, 10, 95. ഇത് +18. ഇവിടെ +9. ഇവിടെ എത്രയാണ്? ഇവിടെ +8. ഇവിടെ +10. ഓക്കെ, 369, 387, 18, 18, 9, 8, 10. 9. ഓക്കെ, ഇതിപ്പോൾ ഡബിൾ ഡിഫറൻസ് എടുത്താലും പ്രത്യേകിച്ച് ലോജിക്കൊന്നും വരത്തില്ലല്ലോ. ആദ്യം 0, -9, -1, +2. ഇതിപ്പോൾ വേറെന്തോ ആണ്. ഓക്കെ, ഇത് വേറെന്തോ ആണ്. അതായത് ഡബിൾ ഡിഫറൻസോ പ്രോപ്പർ ഡിഫറൻസോ അല്ല. ഓക്കെ,
കാരണം ഇപ്പോൾ ഇത് രണ്ടും എറർ ആയാൽ പോലും നമുക്കിത് കുറച്ച് അങ്ങ് എത്താൻ പറ്റത്തില്ല. കാരണം നല്ല ഡിഫറൻസിലായി നമ്പേഴ്സ് കിടക്കുന്നത്. അപ്പോൾ ഇത് നോർമൽ ഡിഫറൻസ് ഇല്ല, ഇതൊരു എക്സെപ്ഷണൽ ക്വസ്റ്റൻ ആണ്, ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. വേറെ എന്തെങ്കിലും ലോജിക്കിനകത്തുണ്ടാവും. ഓക്കെ, ഇത് ഔട്ട് ഓഫ് ദി ബോക്സ് ആണ്, വേറെ എന്തെങ്കിലും ലോജിക്കിനകത്തുണ്ടാവും. നോക്കി, ഈ ഡിജിറ്റ്സിൻ്റെ സം എടുത്തേ. 6 + 3 9 + 9 അല്ലേ 18. അതുപോലെ 7 + 3 10 + 8 അല്ലേ 18. 5 + 4 അല്ലേ 9. 4 + 4 8 + 1 9 ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 4 2 3 എന്ന് വരും. അടുത്തത് 4 2 6 3 9. അപ്പോൾ കറക്റ്റല്ലേ? 423 + 9 ചെയ്യുമ്പോഴല്ലേ 432 വരുന്നത്. അപ്പോൾ എറർ എവിടെയാണ്? 422 ആണ് എറർ. ഓക്കെ, അടുത്തത് 2 6 20 88 445. ഇവിടെ നമ്പേഴ്സ് റാപ്പിഡ്ലി ഇൻക്രീസിങ് അല്ലേ, മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷൻ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എൻ്റെ നോക്കി പോവുകയാണെങ്കിൽ എത്ര വരും? ഏകദേശം 88 × 5 ചെയ്ത് കഴിഞ്ഞാൽ 440 ആണ്. 5 + 5 അല്ലേ ഇവിടെ? ഓക്കെ ആണോ? നമ്പേഴ്സ് റാപ്പിഡ്ലി ഇൻക്രീസ് ആയതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷൻ ആവാൻ സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത് × 5 + 5. ഇവിടെ ഇത് × 2 + 2 അല്ലേ? ഇവിടെ ഓക്കെ 2 3 4 5. അപ്പോൾ സെറ്റ് ആവത്തില്ലേ? അപ്പോൾ മിക്കവാറും × 3 + 3 ആയിരിക്കണം. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് കിട്ടില്ലെങ്കിൽ വേറെ വഴി നോക്കാം. 6 × 3 + 3 ഇത് എത്ര വരും? 21 എന്നല്ലേ വരിക? അടുത്ത അങ്ങനെയാണെങ്കിൽ × 4 + 4 ആയിരിക്കത്തില്ലേ? 21 × 4 ഇതാ 84, + 4 88 കിട്ടുമല്ലോ. യെസ്, അപ്പോൾ എറർ എവിടെയാണ്? 20ലാണ് എറർ. ഓക്കെ, അടുത്തത് ഇനി മിസ്സിംഗ് ആണ് 113 225 449. പിന്നെ എത്ര നേരത്തില്ല? 1793. ഇത് ഏകദേശം ഡബിൾ ആണ്. പക്ഷെ എന്നാലും നമുക്ക് ആദ്യം ഡിഫറൻസ് നോക്കാം എന്നാണ് എൻ്റെ നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ്. നോക്കാം, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 112, ഇവിടെ 224. അടുത്ത എത്ര നേരത്തില്ല? 112ൻ്റെ ഡബിൾ അല്ലേ 224. അടുത്ത 224ൻ്റെ ഡബിൾ ആണെങ്കിൽ 448 എന്നല്ലേ വരിക? 44 എടുത്താൽ 880. സോറി 880. പിന്നെ 9 എഴുതുക 17. അപ്പോൾ ഇത് 897 ആണ്. 897 ഇത് ഓപ്ഷനകത്തുണ്ടല്ലോ. പക്ഷേ അടുത്തും കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 448ൻ്റെ ഇരട്ടി എത്ര വരും? 880 896 എന്ന് വരത്തില്ലേ? ഓക്കെ, അത് 897ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും ഇത് 16, ഇത് 18, ഇത് 13. 1793 തന്നെ വരുമല്ലോ. യെസ്, അപ്പോൾ ഏതാണ് മിസ്സിംഗ് ടൈം? 897 ആണ് മിസ്സിംഗ് ടൈം. അടുത്തത് 50 51 55. പിന്നെ എത്ര നേരത്തിൽ? 80 105. നമ്പേഴ്സ് നിയർ ബൈ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. ഇവിടെ +25 ആണ്, ലാസ്റ്റ് +25. അപ്പോൾ ഇത് 1², ഇത് 2². അതിനടുത്ത് 3² 9. അപ്പോൾ എത്ര വരും? 64 വരും. അടുത്തത് 4² 16. 64 16 അടുത്ത് 80 ആണല്ലോ. യെസ്, അപ്പോൾ എറർ മിസ്സിംഗ് ടൈം 64 തന്നെയാണ്. അടുത്തത് 5 5 20 180. റാപ്പിഡ് ഇൻക്രീസ് ആയതുകൊണ്ട് മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ ആവാനാണ് സാധ്യത. ഇവിടെ × 9 ആണ്, ഇവിടെ × 4 ആണ്, ഇവിടെ × 1 ആണ്. ഇത് 1² 2² 3². അതിനടുത്ത് 4² 16 ആയിരിക്കത്തില്ലേ? അപ്പോൾ 8 × 16 ചെയ്ത് കഴിഞ്ഞാൽ 240 + 48 2880 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്തത് 40 54 66 78 90 100. എറർ കണ്ടുപിടിക്കണം. 90 100 42 6 11. ഓക്കെ, ഇതെല്ലാം 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇത് 6 × 7, ഇത് 6 × 9, ഇത് 6 × 11, ഇത് 6 × 13, ഇത് 6 × 15 ആണ്. 60 90. അടുത്ത എത്ര ആയിരിക്കണം? 6 × 7 9 11 11 15 6 × 17 ആയിരിക്കണം. അപ്പോൾ 60 42 102 ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ എറർ എവിടെയാണ്? 100ലാണ് എറർ. അടുത്തത് 87 105 125 147 169 197. നിയർ ബൈ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് എടുത്ത് നോക്കും.
87 8 എഴുതുക, 95 10. അപ്പോൾ ഇവിടെ 80. ഇവിടെ വരുന്നത് 20. ഇവിടെ വരുന്നത് 22. 18 20 22. അപ്പോൾ അടുത്ത് 24 ആയിരിക്കണ്ടേ. 174 24 എഴുതിയാൽ 160 171 ആണ് വരിക. അടുത്തത് 170 26 ആഡ് ചെയ്യുമ്പോൾ 197 വരും. അപ്പോൾ എറർ എവിടെയാണ്? 169 എറർ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കത് കുറച്ച് പാർട്ടായിട്ട് നമുക്ക് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, ഡിസ്കഷൻ ഗ്രൂപ്പാണ്, നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന ഡൗട്ടുകളൊക്കെ അത് ചോദിക്കാം. ഓക്കെ, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഡിസ്കഷൻ വേണമെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലിടാം. ഓക്കെ.